വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യമാണ് സിന, വ്യഭിചാരം. ഇന്ന് പ്രചരണത്തിലാണ്. ഏത് രംഗത്ത് പേപ്പർ മാധ്യമങ്ങൾ എടുത്തു നോക്കിക്കോ, നാടുകളിലെ വാർത്തകൾ എടുത്തു നോക്കിക്കോ, വ്യഭിചാരത്തിന്റെ വിവിധങ്ങളായ വഴികൾ ഇന്ന് വ്യാപകമാണ്. എന്താ ഖുർആൻ പറഞ്ഞത്? വലാ തഖറബുസ്സിനാ, വ്യഭിചരിക്കരുതേ എന്നല്ല, വ്യഭിചാരത്തിലേക്ക് സമീപിക്കരുത്, അടുത്തു പോകരുത്. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും മോശപ്പെട്ട സമ്പ്രദായമാണ്. ഒരിക്കലും അതിലേക്ക് നിങ്ങൾ കടന്നു പോകരുത്. എന്തിനോ ഇസ്ലാം നേരത്തെ വിവാഹം കഴിക്കണം, വിവാഹം വൈകിപ്പിക്കരുത്. എന്തിനാണ്? ലൈംഗിക വിശുദ്ധി ഉണ്ടാകണം, വ്യഭിചാരത്തിന് സാധ്യതകൾ കൂടാൻ പാടില്ല. എത്രയെത്ര നിർദ്ദേശങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ ആളുകൾ പറയുന്നു ഞാൻ വ്യഭിചരിക്കാറില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഉണ്ടാകാം. അസ്സിനാഹുമാ അൽ ഐനാൻ, കണ്ണുകൊണ്ട് വ്യഭിചരിക്കുന്നവരുണ്ട്. സിനാഹുമൻ നദുറു, കണ്ണുകൊണ്ട് നോക്കലാണ്, നോക്കി ആസ്വദിക്കാം. അത് ഫോണിലോ അങ്ങാടിയിലോ വഴിയിലോ ഇരുന്ന് കണ്ണുകൊണ്ട് വ്യഭിചരിക്കുന്നവരുണ്ടാകാം. വല്ലുദിനാനി സിനാഹുമൽ ഇസ്തിമാ, നോക്കൂല, കേൾക്കും. അത്തരം സംസാരങ്ങളും ഓഡിയോകളും മറ്റുമൊക്കെ ഇരുന്ന് കേട്ടാസ്വദിക്കാറുണ്ടോ? നിന്റെ ചെവി വ്യഭിചരിക്കുകയാണ്. വല്ലിസാനു സിനാഹുമൽ കലാം, നാവിന്റെ വ്യഭിചാരം അത് പറയലാണ്, സംസാരിക്കലാണ്. വല്യതു, കൈകൊണ്ടുള്ള വ്യഭിചാരം. സിനാഹുമാ അൽ ബത്ഷ്, പിടിക്കലാണ്, തോണ്ടലാണ്. അതും അതിൽപ്പെട്ടു. വരിജിലു, കാലുകൊണ്ടുള്ള വ്യഭിചാരം. സിനാ അൽ ഖുതാ, നടന്നു പോകലാണ്. എന്റെ സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിച്ച് നോക്ക്. സമൂഹത്തിൽ ഇന്ന് ക്യാമ്പസുകളിൽ, അങ്ങാടികളിൽ, വഴികളിൽ, ബസ് സ്റ്റോപ്പുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും തല താഴ്ത്തി നടക്കേണ്ടുന്ന കാഴ്ചയാണ്. ആരോടും ഒന്നും ചോദിക്കാനും പറയാനും പറ്റാത്ത സാഹചര്യങ്ങളാണ്. നല്ലവണ്ണം നമ്മൾ ആലോചിക്കുക. സിന വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സിന, വ്യഭിചാരം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ പ്രചരിക്കാനുള്ള കാരണം? ഈമാനിന്റെ കുറവ്. എല്ലാം ഉണ്ട്, ഈമാനിന്റെ കുറവ്. തെറ്റായ സെക്സ്വൽ ധാരണകൾ, തെറ്റായ ലൈംഗികമായ ചിന്തകളും ധാരണകളും സമൂഹത്തിൽ വ്യാപിക്കുകയാണ്. ദുർബലമായ മനസ്സിന്റെ ഉടമകളായി മാറുന്നതാണ് ഇത്തരം കാര്യങ്ങൾ വലിയ കാര്യഗൗരവത്തോടെ കാണുന്ന കാരണങ്ങൾ. അശ്ലീലതയടക്കമുള്ള കാര്യങ്ങളെ ആസ്വദിക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അവരിലൊക്കെ ഇത് വ്യാപിക്കും. അതുപോലെ തന്നെ മോശപ്പെട്ട കൂട്ടുകാരന്മാർ, സുഹൃത്തുക്കളുണ്ടോ, അവർക്ക് വ്യഭിചാര സാധ്യതകൾ കൂടുതലാണ്. മറ്റൊന്ന്, കല്യാണം കഴിഞ്ഞിട്ടും ഇത്തരം അവസ്ഥകളിലേക്ക് പോകാനുള്ള കാരണം ലൈംഗിക ജീവിതത്തിലെ അസംതൃപ്തമായ അവസ്ഥകളാണ്. അതുപോലെ മാനസിക പ്രശ്നങ്ങളുണ്ട്, ലഹരിയുണ്ട്. ഈ കാരണങ്ങളൊക്കെ ഇല്ലാതെയാക്കി നല്ല രൂപത്തിൽ വ്യഭിചാരമില്ലാത്തവരായി മാറാൻ നമുക്ക് സാധ്യമാകണം. ഈ സദസ്സിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഞാൻ പറയാം, ഏതെങ്കിലും ഒരു തലക്ക് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അസ്തമിക്കും. നിമിഷ നേരത്തെ സുഖത്തിനു വേണ്ടി, നിമിഷ നേരത്തെ ഒരു ചെറിയ രസത്തിനു വേണ്ടി എന്തെങ്കിലും ബന്ധങ്ങൾ കൊണ്ടു നടക്കുന്നവരുണ്ടെങ്കിൽ നീ അല്ലാഹ് പൊറുക്കണേന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടൂല. നീ അതൊന്ന് പുൻവരിഞ്ഞു പോരണം സഹോദരൻ.